ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ റംസാൻ സ്പെഷ്യലായിട്ടുള്ള 30 ഡേയ്സ് 30 റെസിപ്പി സീരീസിലെ 5ാമത്തെ റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു കിടുക്കൻ സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 100-120 ഗ്രാം വരും ഏകദേശം. ഓക്കെ, അപ്പോൾ ഇത് ഓൾറെഡി ഉപ്പ് തേച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ്. ഇത് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഒരു കുഞ്ഞു മിക്സിയുടെ ജാറിലോട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അല്ലെങ്കിൽ ചിക്കൻ്റെ മീൻസ് നമ്മൾ യൂസ് ചെയ്താലും മതിയാവും. ഓക്കെ, അപ്പോൾ ഞാനിത് ഓൾറെഡി ഉപ്പ് തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ആയതുകൊണ്ട് ഉപ്പ് എക്സ്ട്രാ ആഡ് ചെയ്യുന്നില്ല. അതിൻ്റെ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ റെഡിയാക്കിയത് ചേർക്കാം. ഇതിലേക്ക് ആദ്യം തന്നെ മല്ലിയില വളരെ ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സവാളയുടെ പകുതി ഭാഗം അതും വളരെ ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഓക്കെ, ഇനി പിന്നെ ഒരു 1/2 കപ്പോളം ചെഡാർ ചീസ് ഗ്രേറ്റ് ചെയ്ത് വെച്ചത് ചേർക്കുന്നുണ്ട്. നമ്മൾ 1 കപ്പാണ് ചിക്കൻ മിൻസ് ചെയ്തിട്ടുള്ളത്. സോ അതിൻ്റെ പകുതി ആണ് നമ്മൾ ചീസ് ആഡ് ചെയ്യുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ചിക്കനിൽ ഓൾറെഡി സോൾട്ട് ഉണ്ട്. സോ ഞാൻ ഈ ഒരു സ്റ്റേജിൽ സോൾട്ട് ചേർക്കുന്നില്ല. നിങ്ങൾ ഈ ഒരു സ്റ്റേജിൽ ഉപ്പ് ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ആവശ്യത്തിനുള്ള പെപ്പർ പൗഡറും പിന്നെ നമുക്ക് സ്പൈസിനെസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുട്ടയുടെ പകുതി ഭാഗം ചേർത്ത് നന്നായിട്ട് വീഴ്ചതിന് ശേഷമാണ് നമ്മൾ ഒരു മുട്ടയുടെ പകുതി ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഗാർലിക് പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി അതിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് പോയിട്ട് കാണാം. അല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗാർലിക് ചോപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാലും മതിയാവും. ഓക്കെ, ഇനി ഇതിലേക്ക് ആ ഒരു ഷേപ്പ് ഫോം ചെയ്യുന്ന രീതിയിലാവാൻ വേണ്ടിയിട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ ആദ്യം ബ്രെഡ് ക്രംസ് ചേർത്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കിയിട്ട് വീണ്ടും കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ വീണ്ടും 1 ടേബിൾ സ്പൂണും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്മൾ 4 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ആ ഒരു ഫില്ല് ചെയ്യേണ്ട മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ക്യാപ്സിക്കം റെഡിയാക്കാം. നിങ്ങൾ കാണാം, നല്ല നമ്മുടെ കൈ വെച്ച് ബോൾസ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാവണം. അത്രയും വേണം നമ്മൾ ഈ ബ്രെഡ് ക്രംസ് ചേർക്കേണ്ടത്. ഇനി നമുക്ക് വേണ്ട ക്യാപ്സിക്കം എടുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ യെല്ലോ കളർ ക്യാപ്സിക്കാണ് എടുത്തേക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഏത് കളറും യൂസ് ചെയ്യാം. നമ്മൾക്ക് അണിയൻ റിങ്സ് വെച്ചിട്ടും ഈ ഒരു സെയിം റെസിപ്പി ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ക്യാപ്സിക്കം ഇവിടെ അത്യാവശ്യം തിക്നെസ്സോടുകൂടിയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. എന്നാൽ ഒത്തിരി തിക്കായിട്ട് ചെയ്തിട്ടുമില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിൻ്റെ ആ ഒരു തിക്നെസ് നോക്കാം. പിന്നെ ക്യാപ്സിക്കത്തിൻ്റെ അകത്തുള്ള സീഡ്സ് ഉള്ള ഭാഗം റിമൂവ് ചെയ്യുകയും ചെയ്യുക. അതിനുശേഷം വീഡിയോയിലുള്ളതുപോലെ ആ ഒരു ക്യാപ്സിക്കത്തിൻ്റെ അകം ഭാഗം നിറയുന്ന രീതിയിൽ ഇത്രയും ആ ഒരു ചിക്കൻ്റെ മിൻസ് എടുക്കുക. അതിനുശേഷം ഇതിനകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ടൈറ്റായിട്ട് പ്രസ് ചെയ്ത് വേണം നമ്മളിത് ഫില്ല് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളിതെങ്ങനെ എല്ലാം റെഡിയാക്കി വെക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം എല്ലാം ഫ്രൈ ചെയ്യാനായിട്ട്. ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഓയിൽ നന്നായിട്ട് ക്യാപ്സിക്കത്തിൻ്റെ താഴെ ഭാഗത്ത് ഓയിൽ വരുന്ന രീതിയിൽ വേണം നമ്മളിത് ഫ്രൈ ചെയ്യാനായിട്ട്. നമ്മൾ ഒത്തിരി ഓയിൽ ഒഴിച്ചിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു സെയിം സൈഡ് തന്നെ ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇത് നമ്മൾക്ക് ആ ഓയിൽ എല്ലാ സ്ഥലത്തും എത്തി എന്നുള്ളത്, അല്ലെങ്കിൽ എല്ലാ ക്യാപ്സിക്കത്തിൻ്റെയും താഴ്ഭാഗത്ത് ഓയിൽ ഉണ്ടെന്നുള്ളത് ഒന്ന് കൺഫേം ചെയ്യുക. ഓക്കെ, ഈ ഒരു സെയിം റെസിപ്പി നമുക്ക് അവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഏകദേശം ഒരു 2 മിനിറ്റ് ആവാറായിട്ടുണ്ട്. 2 മിനിറ്റിന് ശേഷമാണ് നമ്മളിതിനെ ഫസ്റ്റായിട്ടൊന്ന് ടേൺ ചെയ്തിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് 2 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ ജസ്റ്റ് ഇതൊന്ന് ടേൺ ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും ആ ഒരു സൈഡ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് ഈ സൈഡ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി മറ്റു സൈഡും നമ്മുടെ സെക്കൻഡ് സൈഡും ഒരു 2 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെയാണ് നമ്മളിത് മുഴുവനായിട്ട് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത് ജസ്റ്റ് ഒന്നും കൂടെ ടേൺ ചെയ്തിട്ട് കൊടുത്തു. ഓക്കെ, അതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒരു 30 സെക്കൻഡ്സ് ആ ഒരു സ്റ്റേജിൽ കുക്ക് ചെയ്യാണ്. അതിന് ശേഷം അത് വീണ്ടും ഒന്നുകൂടെ ടേൺ ചെയ്തിട്ട് കൊടുത്തു. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ആ ചൂടോടെ കൂടെ തന്നെ അതിൻ്റെ മുകളിലായിട്ട് നിറയെ നമ്മൾക്ക് എത്രയും ഇഷ്ടമുണ്ടോ അത്രയധികം മൊസറെല്ല ചീസ് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റേജിൽ വേണമെങ്കിൽ മൊസറെല്ലയും ചെഡാറും മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് മൊസറെല്ല മാത്രം വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഇപ്പോൾ ഇത് നമ്മൾ ഫ്ലെയിമും ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഒറിഗാനോ കൂടെ ഞാൻ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മളിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. അതിനുശേഷം ഒരു ലിഡ് വെച്ച് കവർ ചെയ്ത് ഒരു 5 മിനിറ്റ് ഇതുപോലെ തന്നെ ഇതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോഴേക്കും ആ ചൂടിൽ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ കൂടി ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റി ഇത് കുറച്ചുകൂടി ടേസ്റ്റി ആവാനായിട്ട് ഞാൻ കെച്ചപ്പ് വെച്ച് ജസ്റ്റ് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നാളെ മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.